എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 32-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. ആകൃഷ്ടനൗകോ മുനിമണ്ഡലായ പ്രദർശയൻ വിശ്വജഗദ്വിഭാഗാൻ സംസ്തൂയമാനോ നൃവരേണ തേന ജ്ഞാനം പരം ചോപദിശന്നചാര്യേ. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. ആകൃഷ്ടനൗക, ഭൂമിയാകുന്ന ആ നൗക, അതായത് മത്സ്യമൂർത്തിയായ ഭഗവാൻ ആ നൗകയെയും വലിച്ചുകൊണ്ടങ്ങിനെ നടന്നു. മുനിമണ്ഡലായ, സത്യവ്രത രാജർഷിക്കും മറ്റ് മുനിമാർക്കും, പ്രദർശയൻ കാണിച്ചു കൊടുത്തുകൊണ്ട്. എന്താ കാണിച്ചേ? വിശ്വജഗദ്വിഭാഗാൻ, വിശ്വത്തിലെ എല്ലാ പ്രദേശങ്ങളെയും, സംസ്തൂയമാന, വേണ്ട പോലെ സ്തുതിക്കപ്പെട്ടും, നൃവരേണ തേന, ആ സത്യവ്രത രാജാവിനാൽ, ജ്ഞാനം പരം, പരമമായ ജ്ഞാനം, അതായത് ഉത്കൃഷ്ടമായ ആത്മജ്ഞാനം, ഉപദിശൻ, ഉപദേശിച്ചു കൊണ്ടും, ച ആചാരി, അവർ സഞ്ചരിച്ചു. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? അങ്ങ് ആ തോണി വലിച്ച് മുനിമാർക്ക് വിശ്വങ്ങളുടെ വിവിധ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചു. അങ്ങനെ സഞ്ചരിക്കുകയും രാജാവിനാൽ സ്തുതിക്കപ്പെട്ട് ഉത്കൃഷ്ട ജ്ഞാനമുപദേശിക്കുകയും ചെയ്തു. ഈ സത്യവ്രത രാജാവിൻ്റെ സ്തുതി ഭാഗവതത്തിൽ 8 ശ്ലോകങ്ങളാണ്. ആ ശ്ലോകത്തിലെ എല്ലാ ഭക്തജനങ്ങളും ഇഷ്ടപ്പെടുന്ന ഒരു ശ്ലോകമാണ് ജനോഭുതോയം നിജകർമ്മബന്ധന സുഖേച്ഛയാ കർമ്മ സമീഹതേ സുഖം യൽസേവയാതാം വിധുനോത്യസന്മതിം ഗ്രന്ഥിം സഭിന്ദ്യാഹൃദയം സനോ ഗുരു എന്നത്. ഹരേ കൃഷ്ണ.